26ാമത് ഒറ്റപ്പാലം ഭാരതപ്പുഴ കൺവെൻഷൻ ഫെബ്രുവരി 21, 22, 23 തീയതികളിലായി ഭാരതപ്പുഴ മണൽപ്പുറത്ത് നടക്കും. ദിവസവും വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ഡേവിസിയുടെ നേതൃത്വത്തിൽ ഇമ്മാനുവൽ, സ്റ്റീഫൻ സാമുവൽ, ഷാരോൺ വർഗീസ്, ജോസ് എന്നിവരുടെ സംഗീതം കൊണ്ടും വേദി പ്രൗഢഗംഭീരമാകും. സുരേഷ് ബാബു, ഫെയ്ത്ത് ബ്ലസൻ, അജി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. പഴയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ച് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതികളെ പിടികൂടി. സ്ഫോടക വസ്തു ഉപയോഗിച്ച് കാട്ടുപന്നികളെ വേട്ടയാടുന്ന സംഘത്തെ പിടികൂടി കർത്തവ്യനിരത തെളിയിച്ച് പഴയന്നൂർ പോലീസ്. തൃശൂർ ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോ IPSന്റെ നിർദ്ദേശാനുസരണമാണ് പഴയന്നൂർ CI KA മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കാട്ടുപന്നികളെ നിരന്തരമായി സ്ഫോടക വസ്തു ഉപയോഗിച്ച് കൊന്ന് ഇറച്ചിയാക്കി വിൽപ്പന നടത്തുന്ന 5 അംഗ സംഘത്തെ പിടികൂടിയത്. കിലോവിന് 300 മുതൽ 400 വരെ ആവശ്യക്കാരിൽ നിന്നും ഈടാക്കിയാണ് വിൽപ്പന നടത്തിയിരുന്നത് എന്നും ഈ പണം ആർഭാട ജീവിതം നയിക്കുവാനായി അന്യ സംസ്ഥാനങ്ങളിലും മറ്റും സഞ്ചരിക്കുക പതിവായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. 2 ദിവസം മുമ്പ് പഴയന്നൂർ സ്കൂൾ കോമ്പൌണ്ടിൽ പന്നിപ്പടക്കം ചവിട്ടി വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിരുന്നു. ഇനി നിരവധി പേർ പിടിയിലാകുവാനുണ്ടെന്നും പോലീസ് അറിയിച്ചു. പാലക്കാട് മങ്കര സ്വദേശി 37 വയസ്സുള്ള രാജേഷ്, തിരുവല്ലോമല പാലക്കപ്പറമ്പ് സ്വദേശി 47 വയസ്സുള്ള പ്രകാശൻ, മുണ്ടൂർ സ്വദേശിയായ 53 വയസ്സുള്ള മോനു എന്ന റഷീദ് ഖാൻ, തിരുവല്ലോമല കുത്താമ്പുള്ളി സ്വദേശി 39 വയസ്സുള്ള പെരുമാൾ, പഴയലക്കടി സ്വദേശിയായ 40 വയസ്സുള്ള സനീഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. പെരുമാളുടെ വീട്ടിൽ നിന്നും പാചകം ചെയ്ത 2 കിലോയോളമുള്ള കാട്ടുപന്നി ഇറച്ചിയും ലഭിച്ചിട്ടുണ്ട്. പഴയന്നൂർ CI KA മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ SI MV പൌലോസ്, ഗ്രേഡ് SIമാരായ KR പ്രദീപ് കുമാർ, KV സുരേന്ദ്രൻ, ASI അജിത് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ M ശിവകുമാർ, V വിപിൻ, P പ്രജിത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ KV നൌഫൽ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പഴയന്നൂർ CI KA മുഹമ്മദ് ബഷീർ പന്നി വേട്ടയാടൽ സംഘത്തെ പിടികൂടുവാനായി സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ച് വിശദമായി സംസാരിക്കുന്നു. ഈ കഴിഞ്ഞ 17-ാം തീയതി ഫെബ്രുവരി 17-ാം തീയതി ഇവിടെ പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെ കുട്ടികൾ പന്താണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഒരു ബോൾ പോലത്തെ ഒരു സാധനം അവർ തട്ടിക്കളിക്കുകയുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എറിഞ്ഞ് കളിച്ചു. അതിനുശേഷം ഒരു പയ്യൻ +1 പഠിക്കുന്ന ഒരു വിഷ്ണു എന്നൊരു പയ്യൻ അത് ചവിട്ടി പിടിച്ചു. ഈ പ്രഷർ ചെന്നപ്പോഴാണ് അവന്ന് പൊട്ടിത്തെറിക്കുന്നത്. അപ്പോഴാണത് പന്നിപ്പടക്കമാണെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നത്. ഉച്ചക്കൊരു 1:30ക്കാണ് പൊട്ടിത്തെറിച്ചത്. വളരെ ഭാഗ്യം കൊണ്ടാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടത്. അയാളെ ചെരുപ്പ് പിളർന്നുപോയി. അതുകൊണ്ട് ക്ഷതം മുകളിലേക്ക് വന്നില്ല. ഈ പഴയന്നൂര്, ചേരക്കര തുടങ്ങിയ ഈ മേഖലയിൽ ഫോറസ്റ്റ് ഏരിയകൾ കൂടുതലുള്ള ഏരിയകളിൽ ഈ പന്നിപ്പടക്കം വെക്കുന്നത് വ്യാപകമാണ്. അപ്പൊ ഇതിലൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ തദ്ദേശീയരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇതിൽ ഈ പന്നിപ്പടക്കം വെക്കുന്നത്. അതില് കർഷകർക്ക് ഒരുപക്ഷെ അതില് ആശ്വാസം ഉണ്ടായിരിക്കും, കാരണം പന്നികളുടെ ശല്യം ഇവിടെ കൂടുതലാണ്. പക്ഷെ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് മനുഷ്യജീവന് എപ്പോ വേണമെങ്കിലും അപകടം സംഭവിക്കാം. തന്നെയുമല്ല, പന്നി സംരക്ഷിത എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ പെട്ടതാണ്. അവയെ കൊല്ലാൻ പാടില്ല. നമ്മുടെ ഫോറസ്റ്റ് ആക്ട് അനുസരിച്ച് അത് ജാമ്യം കിട്ടാത്ത വകുപ്പാണത്. അപ്പൊ അങ്ങനെ ഈ സ്കൂളിൽ നടന്ന സംഭവത്തോടുകൂടി നമ്മളിതിന്റെ അന്വേഷണം ശക്തിപ്പെടുത്തുകയും അതിന്റെ ഫലമായിട്ട് ഇതില് പ്രകാശൻ, രാജേഷ് എന്നിങ്ങനെ 2 പേര് നമ്മൾ കസ്റ്റഡിയിൽ വെക്കുകയും അവരെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ പാലക്കാട് സ്വദേശിയായ മോനു എന്നൊരാളിലേക്ക് അന്വേഷണം നീണ്ടു. അങ്ങനെ നമ്മൾ ഇന്നലെ പാലക്കാട് കഞ്ചിക്കോട് പാങ്ങലിൽ പോയി അന്വേഷണം നടത്തി രഹസ്യമായിട്ട് തന്നെ അയാളെ കസ്റ്റഡിയിലെടുത്തു. അയാളിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് പെരുമാള്, സനീഷ് എന്നിങ്ങനെ പേര് നമ്മൾ അറസ്റ്റ് ചെയ്തു. ഇതിൽ സനീഷ് ഒറ്റപ്പാലം സ്റ്റേഷനിലെ കാപ്പ പ്രതിയും കൂടിയാണ്. അങ്ങനെ ഇവരെ ഷാർപ്പായിട്ട് അന്വേഷണം നടത്തുക. അതിന്റെ ഫലമായിട്ട് നമുക്ക് പന്നിപ്പടക്കം 1-2 സ്ഥലങ്ങളിൽ നിന്ന്, അത് എവിടേക്കാണെന്ന് ഞാനിപ്പോ അന്വേഷണത്തിന്റെ ഭാഗം സീക്രട്ടായി ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ള സ്ഥലം നമ്മളത് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയാൻ, ഇതോടുകൂടി ഒരുപക്ഷെ ഈ പ്രദേശത്തെ പന്നി പടക്കത്തിന്റെ ഇത് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവര് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാല് കോഴി വേസ്റ്റ് അല്ലെങ്കിൽ
ഫിഷ് അതിന്റെ വേസ്റ്റിൽ ഈ പന്നിപ്പടക്കം ഇത് ചുറ്റി ഒരു കിറ്റിലാക്കി എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുന്നു. ഒരു വെക്കുന്ന ടൈം സന്ധ്യക്ക് ഇരുട്ട് വീഴുന്നതിന് മുമ്പ് എല്ലാം വെക്കേണ്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെക്കും. ഒരു പന്നിപ്പടക്കത്തിന് ഒരു 200 രൂപയോളം വരും. അതാണ് ഈ പന്നിപ്പടക്കം സെയിൽ ചെയ്യുന്ന ആള്. ഇതിൽ മോന് എന്ന് പറഞ്ഞാൽ പാലക്കാട് സ്വദേശിയാണ് ഇത് മെയിനായിട്ട് സെയിൽ ചെയ്യുന്നത്. അയാളാണ് ഈ പന്നിപ്പടക്കം ഇത് ഉണ്ടാക്കിയിട്ട് അത് ഭംഗിയായിട്ട് ചുറ്റി ഇവർക്ക് സെയിൽ ചെയ്യുന്നത്. ഒരു പടക്കത്തിന് 200 വെച്ച് കൊടുക്കുന്നതാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലായത്. അപ്പോ ഈ പടക്കം പൊട്ടാത്തത് വെളുപ്പിന് അവരെടുത്ത് മാറ്റും. വെളുപ്പിന് ഒരു 3 മണിക്കും 5 മണിക്കും ഇടയിലെ സമയമാണ്. പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പന്നി കിടപ്പണം. ചിലപ്പോൾ പട്ടി കടിച്ച് ചാകുകയും ചെയ്യും. പന്നിയാണെങ്കിൽ അവരിത് എടുത്ത് കൊണ്ടുപോയിട്ട് ഇറച്ചി തൂക്കി വെക്കും. കിലോക്ക് 300-400 രൂപക്കാണ് വിൽക്കുന്നത്. ഇത് വാങ്ങുന്ന ആൾക്കാരും ഈ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ദൂരേക്കൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പൊ ഇതുവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബിസിനസ്സാണ്. CCV ന്യൂസ്, പഴയന്നൂർ.